റഷ്യ യുക്രൈൻ യുദ്ധം ലോകമെമ്പാടും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ യൂറോപ്പിനെ പൂർണ്ണമായും ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള ബ്ലൂ പ്രിന്റ് അടക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഭീതിയിലാണ് നിലവിൽ യൂറോപ്പ് എന്നും നമുക്ക് മനസ്സിലാകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തെമ്പാടും ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പ്രധാനമായും യുക്രൈൻ ആണവായുധം നൽകണം എന്നുള്ള നാറ്റോയുടെ തീരുമാനത്തെയാണ് ഇപ്പോൾ പുടിൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് യുക്രൈന് ആണവായുധം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബ്ലൂ പ്രിന്റ് പ്രകാരം യൂറോപ്പിലെ പല സ്ഥലങ്ങളും ചാമ്പലാകും എന്നാണ് പുടിൻ പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് പോകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആണവായുധം ഞങ്ങൾ പ്രയോഗിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും കൃത്യമായിട്ട് പുടിൻ നൽകുന്നുണ്ട്. പക്ഷേ ആണവ ഉന്മൂലനത്തിൽ കുറയാതെയുള്ള ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കും. അതായത് ആണവായുധ ശേഷി അത്രയും ശേഷിയുള്ള തന്നെ മറ്റായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടന്റെ തലസ്ഥാനമായിട്ടുള്ള ലണ്ടൻ അദ്ദേഹം പുറത്തുവിട്ട ബ്ലൂ പ്രിന്റിൽ പറയുന്നതാണ് എവിടെയൊക്കെയാണ് ഞങ്ങൾ ആയുധങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നതെന്ന്. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ 4 സർക്കിളുകളിൽ 60 ലക്ഷം പേരെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ ബോംബ് സ്ഫോടനം നടത്തും, ആയുധങ്ങൾ പ്രയോഗിക്കും. ബെർലിനിൽ, അതായത് ജർമ്മനിയിലെ ബെർലിനിൽ ഒരു മിസൈൽ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4.4 ദശലക്ഷം ആൾക്കാരെയാണ് അതവിടെ ബാധിക്കാൻ പോകുന്നത്. പാരീസിൽ 11 ലക്ഷം ആൾക്കാരെ ഇത് ബാധിക്കാൻ പോകുന്നു. റോമിൽ 4.4 ദശലക്ഷം ആൾക്കാരെ ബാധിക്കാൻ പോകുന്നു. പോളണ്ടിൽ വാർസോ, തുർക്കിയിലെ അങ്കാറ, കാനറ്റ, ഒട്ടാവ എന്നിങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ ഞങ്ങൾ ബോംബ് സ്ഫോടനം നടത്താനായി ആണവ ഉന്മൂലനമല്ല മറിച്ച് അതിൽ കുറയാതെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാനായുള്ള ആ ഒരു നീക്കം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. സ്വീഡനും ഫിൻലൻഡും പോലും ഇതിൽ നിന്നും രക്ഷപ്പെടില്ല, ഈ നാശത്തിൽ നിന്നും രക്ഷപ്പെടില്ല. റഷ്യയുടെ നാശം ആഗ്രഹിക്കുന്ന ഫിൻലൻഡിനെയും ഇത് സാരമായി ബാധിക്കും. നാശത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുന്ന തുർക്കിയും ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമാകാൻ ഒരുങ്ങുന്ന ആ ഒരു സമയത്താണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്. യുക്രൈൻ്റെ 30% ഭൂമിയെ റഷ്യ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുറമുഖങ്ങളെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഒഡേസ തുറമുഖമാണ് അവസാനം പിടിച്ചെടുക്കാനുണ്ടായിരുന്നത്. അതുപോലും പിടിച്ചെടുത്ത് റെഡ് സീലടക്കം കൃത്യമായിട്ടുള്ള ആധിപത്യം റഷ്യ സ്ഥാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ യുക്രൈനെ ആണവായുധം നൽകാനായിട്ട് നാറ്റോ തീരുമാനിക്കുന്നത്. നേരത്തെ നാറ്റോയുടെ തലവൻ 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് റഷ്യയെ നമ്മൾ ആക്രമിക്കണം, നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. പോളണ്ടാണ് റഷ്യയിലോട്ടുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആ പോളണ്ടിലൂടെ മാത്രമാണ് ഇനി നാറ്റോയ്ക്ക് റഷ്യയിലേക്ക് ഒരു എൻട്രി കിട്ടുക. യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ പോളണ്ടാണ്. ആ പോളണ്ടിലൂടെയാണ് നാറ്റോയ്ക്ക് ഒരു എൻട്രി റഷ്യയിലേക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം റഷ്യയിലേക്ക് പോയ ശേഷം നേരെ പോളണ്ടിലേക്ക് പോയി അജിത് ഡോവലുമായിട്ടാണ് അദ്ദേഹം പോയത്. നിങ്ങൾ നാറ്റോയ്ക്ക് വഴി തുറന്നു കൊടുക്കരുത് എന്ന് പോളണ്ടിനോട് പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം യുക്രൈനിലേക്ക് വന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സമയത്ത് ഗംഭീരമായി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിക്കുന്ന രീതിയിൽ നാറ്റോ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ്, അത് ഇന്ന പ്രദേശത്ത് ഇത്ര ആൾക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങളിതാ മിസൈലുകൾ അയക്കാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് റഷ്യ നടത്തിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ യൂറോപ്പ് മുഴുവൻ ഭീതിയിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.